പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് നമുക്ക് പത്രവിശേഷങ്ങളും വർത്തമാനങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രവിശേഷങ്ങൾ തുടങ്ങാമല്ലേ? തീർച്ചയായും സേതു, ഗുഡ് മോർണിംഗ്. സേതു, ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു നിറവിൽ ഞാൻ വേഗം പത്രങ്ങളിലേക്ക് പോട്ടെ, കാരണം സമയത്തിൻ്റെ ഒരു കുറവുണ്ടല്ലോ. കാരണം ഇന്നിപ്പോൾ പത്രങ്ങൾ എല്ലാവർക്കും അറിയാം, ആറ്റുകാൽ പൊങ്കാല ഇന്നലെ ചോറ്റാനിക്കര മകം തൊഴിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ വാർത്തകളുള്ളൊരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. അതിനെ സംബന്ധിച്ച് തന്നെയാണ് പത്രങ്ങൾക്കും പറയാനുള്ളത്. ഏറ്റവും പ്രധാനം, ഇന്നലെ വളരെ അസാധാരണമായൊരു കൂടിക്കാഴ്ച ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ ഗവർണർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി, ഇതൊരു വളരെ അസാധാരണമായ കൂടിക്കാഴ്ചയാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി പോയത്. പക്ഷേ ഗവർണർ കൂടി സാന്നിധ്യം ഉണ്ടായത് ഒരു പക്ഷേ കേരളത്തിന് വലിയ ഗുണം ചെയ്യും എന്ന രൂപത്തിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാതൃഭൂമിയാണത് വളരെ മനോഹരമായി നയതന്ത്രം എന്ന് തന്നെയാണ് അതിൻ്റെ തലവാചകം. ഒന്നാം പേജിൽ നയതന്ത്രം എന്ന രൂപത്തിൽ വലിയ തലവാചകത്തോടുകൂടി കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ഡൽഹിയെ കേരള ഹൗസിലെത്തിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി കണ്ടത്. അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. സാക്ഷിയായി ഗവർണർ. അതിനോടൊപ്പം തന്നെ അസാധാരണ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ചർച്ചയായി. കാരണം കേരളത്തിന് വലിയ ആവശ്യങ്ങളുള്ളൊരു കാലമാണ്. ആ കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലെത്തുന്നു. കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ കേരള ഹൗസിലേക്ക് വരുന്നു. അതെല്ലാ പത്രങ്ങളും വലിയ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിർമ്മലം ഈ കൂടിക്കാഴ്ച എന്ന് കേരള കൗമുദിയുടെ ഹെഡിംഗ് ഉണ്ട്. ഗവർണർ ബൈപ്പാസസ് പ്രോട്ടോകോൾ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് തലവാചകം കൊടുക്കുന്നു. ജോയിൻ CM ടു മീറ്റ് ഫിനാൻസ് മിനിസ്റ്റർ. അതായത് ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ ഗവർണറും കൂടി മുഖ്യമന്ത്രിക്കൊപ്പം വരുന്നു. അങ്ങനെ അസാധാരണ കൂടിക്കാഴ്ചയെ പത്രങ്ങൾ കാര്യമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, മനോരമ അവരുടെ ഒന്നാം പേജിലോ മറ്റെവിടെയുമോ അത് വലിയ വാർത്തയായി കൊടുത്തില്ല എന്നൊരു വിയോജിപ്പ് ആണ് ഇക്കാര്യത്തിൽ നമുക്ക് രേഖപ്പെടുത്താനുള്ളത്. കാരണം ഒരുപക്ഷേ അത് 7-ാം പേജിലേക്ക് ചുരുങ്ങിപ്പോയി എന്നൊരു അഭിപ്രായം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം കേരള ഹൗസിൽ കൂടിക്കാഴ്ച, ആവശ്യങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രി എന്ന് മനോരമ അത് 7-ാം പേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളെ മനോരമ അത് വളരെ ചെറുതാക്കി കണ്ടു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേ 7-ാം പേജിൽ തന്നെ വലുതായി കൊടുത്ത മറ്റു വാർത്തകളുണ്ട്. KPCC പരിപാടിയിൽ ഇടത് നേതാക്കൾ, അത് ഒരുപക്ഷെ മനോരമ അവരുടെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ചയും ആ പേജിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും കേരളത്തിൻ്റെ ഒരു ആവശ്യവുമായി മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയ വാർത്ത മനോരമ 7-ാം പേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകകരമായ വാർത്ത. അതിൽ ദേശാഭിമാനി ആവശ്യങ്ങൾ ആവർത്തിച്ച് മുഖ്യമന്ത്രി എന്നൊരു രൂപത്തിൽ 1-ാം പേജിൽ കൊടുക്കുന്നു. അത് ദേശാഭിമാനിയുടെ ആവശ്യമാണത്. പക്ഷേ മനോരമ അതിനെ 7-ാം പേജിലേക്ക് ചുരുക്കിയതാണ് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു അത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു മിസ്സിംഗ് ആയി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നു. മറ്റു പത്രങ്ങളെല്ലാം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നും പറയാനുണ്ട്. ഒപ്പം ഇതിനകത്ത് മറ്റൊരു വിശേഷകരമായ സംഗതി, മനോരമയുടെ 1-ാം പേജിൽ ഇതേ വിഷയം നടക്കുമ്പോൾ തന്നെ, അതായത് മനോരമ 1-ാം പേജിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് തമസ്കരിക്കപ്പെടുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് വലിയ വാർത്ത. പേരിലാണ് പോര്. കാരണം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന പേരാണ്. ആ പേര് കേരളം സ്വീകരിക്കാത്തതുകൊണ്ടാണ് കേരളത്തിൻ്റെ പദ്ധതികൾക്ക് വലിയ അംഗീകാരം കിട്ടാത്തത് എന്നുള്ളതാണ് മനോരമ 1-ാം പേജിൽ പേരിൽ പോര്. അതായത് ഈ വാർത്തയുടെ മറ്റൊരു തലമാണ് മനോരമ 1-ാം പേജിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ തന്നെ മറ്റൊരു വശം കൂടി മനോരമ 7-ാം പേജിൽ പറയുന്നുണ്ട്. ബ്രാൻഡിംഗ് നടത്തിയിട്ടും കേരളത്തിൻ്റെ 636.88 കോടി കേന്ദ്രം തടഞ്ഞു. അതായത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേര് കൊണ്ടുവന്നിട്ട് പോലും കേരളം അതിനെ ബ്രാൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി കേരളം ബ്രാൻഡിംഗ് നടത്തിയിട്ടില്ല. അതായത് പേര് കൊണ്ടുവന്നിട്ട് പോലും കേരളത്തിന് ആവശ്യമായ പൈസ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പണം തന്നിട്ടില്ല എന്ന വാർത്ത മനോരമ അവരുടെ 7-ാം പേജിൽ വീണ്ടും കൊടുക്കുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്ന് മനോരമ കൂടി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയതും അതിൻ്റെ തുടർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നലെ കേരളത്തിൽ നടന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 100 വർഷങ്ങൾ ആഘോഷിച്ച മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ചേർന്ന് നടത്തിയ കൂടിക്കാഴ്ചയുടെ 100-ാം വർഷമായിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ എല്ലാവരും തന്നെ നല്ല രൂപത്തിൽ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്നു. നമ്മളത് വളരെ രൂപത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഗാന്ധി മാർഗത്തിൽ ഗുരുസാഗരത്തിൽ എന്നൊരു ഹെഡിങ്ങോടുകൂടി മനോരമ അത് 7-ാം പേജിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി മാതൃഭൂമി 1-ാം പേജിൽ തന്നെ ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വലിയ രൂപത്തിൽ. അതായത് കേരളത്തിൻ്റെ നയതന്ത്രത്തെ പറയുന്നതിനൊപ്പം തന്നെ ഒരേ മതത്തിലല്ലാത്തവരെ അകറ്റി നിർത്താൻ ശ്രമം. അതായത് തുഷാർ ഗാന്ധിയാണ്, ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്, ശിവഗിരിയിൽ പങ്കെടുത്തത്. അത് മാതൃഭൂമി 1-ാം പേജിൽ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു വിഷയമുണ്ടായത്, അത് മറ്റ് പത്രങ്ങൾക്ക് ലഭിക്കാതെ പോയതാണോ എന്ന് നമുക്കറിയില്ല. മനോരമ അത് 1-ാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനം, തുഷാർ ഗാന്ധിയെ ഇന്നലെ തുഷാർ ഗാന്ധിയുടെ പ്രസംഗം, നെയ്യാറ്റിൻകരയിൽ നടത്തിയ പ്രസംഗം RSSനെ വലിയ രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനത്തെ തുടർന്ന് ഇന്നലെ ഉണ്ടായൊരു സംഭവം, തുഷാർ ഗാന്ധിയെ
BJP പ്രവർത്തകർ വഴിയിൽ തടയുന്ന ഒരു സംഭവം ഇന്നലെ രാത്രി വൈകിയുണ്ടായി. മറ്റ് പത്രങ്ങളിലൊന്നും ആ വാർത്ത ഒന്നാം പേജിൽ കാണാൻ കഴിഞ്ഞില്ല. മനോരമ അത് ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആത്മാവായ മതനിരപേക്ഷത തകരുന്നുവെന്നും ഇതിന് RSS ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പ്രസംഗിച്ചതിന് പിന്നാലെ ഗാന്ധിജിയുടെ പ്രപൗത്രൻ തുഷാർ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞ് BJP പ്രവർത്തകർ എന്നാണ് ഒന്നാം പേജിൽ മനോരമ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാം പേജിൽ നിറയെ പരസ്യങ്ങളാണ്, പക്ഷേ എന്നാൽ പോലും അത് ആ ഒരു വാർത്ത പ്രാധാന്യത്തോടെ കൊടുക്കാൻ മനോരമ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റ് പത്രങ്ങളൊക്കെ അത് ഉൾപേജിലേക്ക് പോയി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ചെറിയ രൂപത്തിലെങ്കിലും അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. അതാണ് ഈ ഗാന്ധിജിയും നെഹ്റുവുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതിൻ്റെ തുടർ വാർത്തകളും തുടർ സംഭവങ്ങളും 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ കൈകാര്യം ചെയ്ത രീതി അങ്ങനെയാണ്. പിന്നീട് ഇന്നലെ ഉണ്ടായൊരു വലിയ സംഭവം, അതൊരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകുകയും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയാകുകയും ചെയ്യേണ്ടിയിരുന്നൊരു വാർത്തയായിരുന്നു. അത് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. തെലങ്കാനയിൽ 2 മാധ്യമപ്രവർത്തകർ അറസ്റ്റിൽ എന്നുള്ളതാണ്. ആ 2 മാധ്യമപ്രവർത്തകർ അറസ്റ്റിൽ എന്നുള്ളത് ഞാനൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ അതൊരു വലിയ വാർത്തയാണ്. അത് മുഖ്യമന്ത്രിയെ വിമർശിച്ച് ഒരു കർഷകൻ്റെ ബൈറ്റ് എടുത്തതിനാണ്, അല്ലെങ്കിൽ ആ വാർത്ത കൊടുത്തതിനാണ് ഈ 2 മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പേര് രേവന്ത് റെഡ്ഡി എന്നാണ്. ആ രേവന്ത് റെഡ്ഡി എന്നുള്ള പേര് കൊടുക്കാൻ ഒരു പക്ഷേ മാതൃഭൂമി മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സർക്കാർ വിമർശന വീഡിയോ തെലങ്കാനയിൽ 2 മാധ്യമപ്രവർത്തകർ അറസ്റ്റിൽ എന്നുള്ളതാണ്. അതിൽ ഒരാൾ വനിതാ മാധ്യമപ്രവർത്തകയാണ്. ഒരു പക്ഷേ കേരളത്തിലായിരുന്നുവെങ്കിൽ അത് വലിയ വാർത്ത, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാകുമായി മാറുമായിരുന്നു. കാരണം കേരളത്തിലെ സർക്കാർ മാധ്യമപ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെ നടപടി സ്വീകരിച്ചാലും അത് വലിയ വാർത്തയാണ്. പക്ഷേ തെലങ്കാനയിലായതുകൊണ്ടായിരിക്കണം മനോരമയും മറ്റ് മാധ്യമങ്ങളൊന്നും അതിനെ വലിയ രൂപത്തിൽ കണ്ടില്ല. മാധ്യമത്തിൻ്റെ 7ാം പേജിൽ ആ വാർത്തയുണ്ട്. മറ്റ് പത്രങ്ങളൊക്കെ അത് മറന്ന രൂപത്തിലാണ്. ദേശാഭിമാനി അത് 1ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ചിത്രങ്ങൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് മറ്റൊരു വാർത്ത. അത് എങ്ങനെയാണ് ആ വാർത്ത മാധ്യമങ്ങൾക്ക് മിസ്സായത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളിലൊന്നും അത് ആ വാർത്തയെക്കുറിച്ച് കാണാൻ പോലുമില്ല. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ വളരെ കാര്യമായി പരിശോധിച്ചു, പക്ഷേ ആ വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങളിൽ കാണാനില്ല എന്നൊരു കൗതുകം കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഇനി പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിനെ കുറിച്ച് വളരെ വിശദമായി പറയാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ എഡിറ്റോറിയൽ പേജിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ CPM സമ്മേളനത്തിനൊക്കെ ശേഷം പത്രങ്ങൾ കുറച്ചും കൂടി കാര്യമായി എഡിറ്റോറിയലുകൾക്ക് ശ്രദ്ധിക്കുകയാണ്. ആ എഡിറ്റോറിയൽ ശ്രദ്ധിച്ചാൽ ഏറ്റവും മനോഹരമായൊരു എഡിറ്റോറിയൽ എന്ന് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരൻ ഇന്ത്യയിലെ പൗരന്മാർ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ആദായ നികുതി നിയമം അധികാരം അനന്തമാകരുത് എന്ന മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ. അതായത് ആദായ നികുതി നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, കാലോചിതമായി പരിഷ്കരിക്കേണ്ട ഒരു നിയമം തന്നെയാണ് ആദായ നികുതി നിയമം. ആ ആദായ നികുതി നിയമം പരിഷ്കരിക്കുമ്പോൾ അധികാരം അനന്തമാകരുത്. അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് പരിധിയിൽ കവിഞ്ഞ അധികാരം കൊടുക്കുന്നത് ഏതെല്ലാം രൂപത്തിൽ ജനങ്ങളെ ബാധിക്കുമെന്നുള്ള വളരെ വിശദമായ ഒരു എഡിറ്റോറിയലാണ് മാതൃഭൂമി എഴുതിയിട്ടുള്ളത്. കാരണം നിയമം ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ആ പരിഗണനയിൽ നിൽക്കുമ്പോൾ തന്നെ അത് വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട്, ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം തന്നെ ദേശാഭിമാനി 6ാം പേജിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ എടുക്കാതെ പോയതല്ല. സമരം നടക്കുന്നുണ്ട്, തുടരുന്നുണ്ട്. പക്ഷേ ദേശാഭിമാനി അത് എഡിറ്റോറിയലാക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ ദേശാഭിമാനി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആശമാരെ കരകയറ്റാൻ കേന്ദ്രം കള്ളക്കളി നിർത്തണം. അതായത് സർക്കാരിൻ്റെയും CPMൻ്റെയും നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ എഡിറ്റോറിയൽ എന്താണ് പുതുമ എന്ന് ചോദിച്ചാൽ, CPM കുറേ കാലമായി ഈ സമരത്തെ തള്ളി പറയുന്നുണ്ട്. ആ സമരത്തിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് CPM വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സർക്കാരും പറയുന്നുണ്ട്, മന്ത്രിമാരും പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും ആ എഡിറ്റോറിയൽ എഴുതുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. പാർലമെൻറ്റിൽ കേരളത്തിലുള്ള UDF MPമാർ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ ശേഷവും ഇത് കള്ളക്കളിയാണ്, ഈ സമരത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതാണ്, ഈ സമരം സർക്കാരിനെതിരെ മാത്രമുള്ളതാണ് എന്ന രൂപത്തിൽ ദേശാഭിമാനി വീണ്ടും വലിയ എഡിറ്റോറിയൽ എഴുതുന്നു. ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരള കൗമുദിയുടെ എഡിറ്റോറിയലും ഈ ദിവസം വളരെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള കൗമുദി പറയുന്നത് ഇതേ തന്നെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ നോക്കിയാൽ, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ കണക്ക് നോക്കിയാൽ സത്യം അറിയാമെന്നുള്ളതാണ്. അതായത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള കണക്കിലെ കള്ളക്കളി, ആ കണക്കുകൾ നോക്കിയാൽ സത്യം അറിയാമെന്നുള്ള വളരെ വിശദമായ ലേഖനം. കേരളത്തിന് എത്ര തരാനുണ്ട്, കേരളത്തിന് എത്ര കിട്ടി എന്നുള്ളതെല്ലാം കണക്ക് നോക്കി പറയണമെന്നുള്ളതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ. ഇനി മറ്റൊരു വാർത്ത, അത് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ മനോഹരമായി 1ാം പേജിൽ അവരുടെ മിനി ജാക്കറ്റിന് ശേഷം കൊടുത്തിട്ടുള്ളൊരു വാർത്ത. എ മിനി കേരള ഇൻ ഇംഗ്ലണ്ട് സ്ക്വാഡ് ഫോർ കബഡി വേൾഡ് കപ്പ്. ഈ വാർത്തയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കബഡി ടീമൊക്കെ ഇംഗ്ലണ്ടിൽ ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ പോലും ഇംഗ്ലണ്ടിലെ കബഡി വേൾഡ് കപ്പിനുള്ള ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീം, അതായത് ഇംഗ്ലീഷ് ദേശീയ ടീമിൽ 4 മലയാളികൾ, വനിതാ ടീമാണ്, 4 മലയാളികൾ. അതോടൊപ്പം തന്നെ 6 ഇന്ത്യൻ വംശജർ. മൊത്തം 13 പേരാണ്, 14 പേരാണ് ടീമിലുള്ളത്. അതിൽ 6-4-10 പേർ തന്നെ ഇന്ത്യൻ വംശജരാണ്. അതായത് ആ ടീമിനെ ഒരു മിനി കേരള എന്നാണ്
ടൈംസ് ഓഫ് ഇന്ത്യ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റ് പത്രങ്ങൾക്കില്ലാത്തത് കൊണ്ടും മലയാളികൾക്ക് വലിയ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാർത്തയെക്കുറിച്ച് എടുത്തു പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊന്ന് ഇന്നലെ കേരളത്തിൽ ഒരു പല പ്രദേശങ്ങളിൽ പല പേരാണ്. മുഷി എന്നും മുശി എന്നും ഒക്കെ പറയുന്ന ഒരു മീൻ. ആ മീൻ കുത്തിയതിനെ തുടർന്ന് ഒരു യുവാവിൻ്റെ കയ്യിൽ പരിക്കേറ്റിരുന്നു. അത് ഇൻഫെക്ഷനായി. അതിനുശേഷം ആ വാർത്ത മനോരമയും ദേശാഭിമാനിയും കൊടുത്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളത് തമസ്കരിച്ചതോ കിട്ടാതെ പോയതോ ആണെന്ന് അറിയില്ല. അതെന്താണ് അതിൻ്റെ പ്രാധാന്യം? ഇപ്പോൾ ഈ രാവിലെ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാട്ടിൻപുറത്ത് ചെറുപ്പക്കാരും ഒക്കെ മീൻ പിടിക്കാനൊക്കെ വളരെ ആവേശത്തിൽ ചാടി പുറപ്പെടുന്ന സമയമാണ്. വേനൽക്കാലം വരുന്നു, തോടൊക്കെ വറ്റാൻ പോകുന്നു, കുളം വറ്റുന്നു. ആ മുഷിയുടെ കുത്തേറ്റ് അതിൽ ഇൻഫെക്ഷൻ ആകുന്നു. അത് ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ മനോരമ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതൊരു എടുത്തു പറയേണ്ട ഒരു വാർത്ത കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേനൽക്കാലമാണ് എന്നും കൂടിയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മനോരമ അവരുടെ ബിസിനസ് പേജിൽ മനോരമ ബിസിനസ് പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടെ മനോരമ ഇപ്പോൾ ഈ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട് സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വലിയ എതിർപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നതാണ് എയർടെലും ജിയോയും ഒക്കെ. ഇപ്പോൾ എയർടെലും ജിയോയും ചേർന്ന് സ്റ്റാർലിങ്കിനെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർലിങ്കുമായി കൈകോർക്കാൻ പോകുന്നു. അത് സ്റ്റാർലിങ്ക് വരുമ്പോൾ ഇന്ത്യയിലെ പ്രാദേശികമായിട്ടുള്ള ഈ ജിയോയും BSNL എയർടെലും വോഡാഫോണും ഒക്കെ തകർന്നു പോകുന്ന രൂപത്തിലുള്ള വലിയ പ്രചാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം പ്രചാരണങ്ങളൊന്നുമില്ല. മച്ചായി എല്ലാവരും ചേർന്ന് നടത്തുകയാണ് ഈ പരിപാടി എന്ന രൂപത്തിലാണ്. അത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സംപ്രേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ടെലികോം മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്തയെ മനോരമ ബിസിനസ് പേജിൽ വളരെ നന്നായി കൊടുത്തിട്ടുള്ളത്. സേതു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വാർത്തകൾക്കപ്പുറത്ത് ഇന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന്